ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം ലീഡ്സ്. ഞാൻ രശ്മി. ഇന്നത്തെ റെസിപ്പി പ്ലെയിൻ ഫ്രൈഡ് റൈസ് ആണ്. സോസൊന്നും ഉപയോഗിക്കാത്ത ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം, ഓപ്ഷണലാണ്. പിന്നെ നമുക്കതിലേക്ക് ഗാർലിക് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, ഏകദേശം 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരല്പം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് മറ്റ് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ബീൻസ് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റും എടുത്തിട്ടുണ്ട്, ഗ്രേറ്റഡ് ആണ്. അതൊന്ന് ചേർത്ത് കൊടുത്ത് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ക്യാരറ്റും ബീൻസും കുറച്ച് സമയം എടുക്കും കുക്കാവാനായിട്ട്, അതുകൊണ്ട് ആദ്യമേ ചേർക്കുന്നത്. നമുക്കിത് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിൽ. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു ഹാഫ് ഡൺ ആണ്. ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അടുത്ത വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ആണ്. ക്യാബേജ് 1 കപ്പോളം നമുക്ക് അരിഞ്ഞതെടുത്താൽ നല്ലൊരു രുചി ഉണ്ടാവും. അത് കഴിഞ്ഞ് ക്യാപ്സിക്കം കൂടി ഒരുമിച്ച് ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പും കൂടി ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഒരല്പ സമയത്തേക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് തുറക്കുമ്പോഴത്തേക്കും നല്ല ഒരു 1/4 വേവ് എല്ലാ വെജിറ്റബിൾസും ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുക്ക്ഡായി പോവേണ്ട വെജിറ്റബിൾസ്, അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുക്ക്ഡ് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്, കുക്ക്ഡ് റൈസ്. ഒരു 3 കപ്പോളം എടുത്തിട്ടുണ്ട്. 3 to 4 കപ്സ് വരെ നമുക്കിതിലേക്ക് ചേർക്കാം, ഈ ഒരു വെജിറ്റബിളിൻ്റെ ക്വാണ്ടിറ്റി വെച്ചിട്ട്. ഞാനിവിടെ വെജിറ്റബിൾസും റൈസും ഒരേ റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത്. എനിക്കതാണ് ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് കുറച്ച് കുറവായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് റൈസും കൂടി, കുക്ക്ഡ് റൈസും കൂടി ചേർക്കാം. എന്തായാലും ടേസ്റ്റ് നല്ല അടിപൊളിയായിരിക്കും. വേറെ സോസസ് ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. നമുക്കൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ എന്ത് വേണമെങ്കിലും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം, ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. അപ്പോഴത്തേക്കും നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ്, പ്ലെയിൻ ഫ്രൈഡ് റൈസ് വിത്തൗട്ട് എനി സോസസ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.